നമസ്കാരം ഉണ്ടേ. ചാണ്ടിച്ച, അത് നടക്കൂലെന്ന് ഞാൻ പറഞ്ഞല്ലേ ചാണ്ടിച്ച. സാർ ഒന്ന് കണ്ണടച്ച നമുക്ക് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവുന്ന കാര്യം. സാറ് ചോദിക്കുന്നതിന്റെ ഇരട്ടി നമ്മൾ തരാം. എടോ, താൻ ഈ കാശടിക്കുന്ന കമ്മട്ടം ഇല്ലേ, അത് കൊണ്ടുവച്ച് തൂക്കിയാലും ഈ ജോസഫ് അലക്സ് ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. സാറിന്റെ അടുത്ത് ഇത്രയും നേരം നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചേ, ഇത് സംസാരത്തിന്റെ രൂപ രീതിയൊക്കെ അങ്ങ് മാറും. എടാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എഞ്ചിനീയർ ആയതേ നിന്നെ പോലുള്ളവന്മാരെ ഭീഷണിക്ക് വഴങ്ങാനല്ല. എടാ അവളില് ജോക്കുട്ടാ, എടാ ജോക്കുട്ടാ, ജോക്കുട്ടാ, എടാ ജോക്കുട്ടാ, ജോക്കുട്ടാ, എടാ ജോക്കുട്ടാ, എടാ ജോക്കുട്ടാ. എന്തു പറ്റിയടാ നിനക്ക്? ഞാൻ സ്വപ്നമായിരുന്നു. നീ നീക്ക്. എല്ലാം ഞാൻ തന്നെ ചെയ്തു. ആ എടാ, ലത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. ലതയുടെ മോനെ ഇപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിക്ക. അപ്പൊ അവന് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കോച്ചിങ്ങിന് പോണോന്നാ പറഞ്ഞേ. നിന്നോട് പറഞ്ഞു വിട്ടാ പോരെ? അവിടെ നല്ലതാന്നേ, സിവിലിയൻസ് നല്ലതാ. അവിടെ പഠിച്ച ജോലി ഉറപ്പാ. അവിടെ ആകുമ്പോൾ ഡെയിലിയും വീക്കിലി എല്ലാ മോഡൽ ടെസ്റ്റുകളുണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. മെന്റർഷിപ്പോ? അതെന്തുവാ? എന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റേഴ്സ് ആണ്. അവർ നമ്മളെ പഠിക്കാൻ സഹായിക്കും. ഡീമോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ആകാൻ സഹായിക്കും. പിന്നെ സിവിലിയൻസിൽ തന്നെ നമുക്ക് കമ്പയിൻ സ്റ്റഡി നടത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സിവിലിയൻസ് ആണ് കേരളത്തിലെ ഏറ്റവും നമ്പർ 1. പക്ഷെ അവ ഇപ്പൊ കോഴിക്കോടാണല്ലോ. അതിനെന്താ, കോഴിക്കോട് സിവിലിയൻസിൽ ഇപ്പൊ എയുടെ ഡയറക്ട് ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ, അവിടെ ചേരാൻ പറ. ശരി, ഞാൻ ഇപ്പൊ ലതയെ വിളിച്ച് പറയട്ടെ. നീ ക്ലാസ്സിൽ പോയി നോക്ക്. ജീവാംശന്റെ ക്ലാസ് ഉണ്ട്.